അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂറത്തുൽ ലുഖ്മാനിലെ 4-ാമത്തെ ആയത്തിലെ ചില കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുത്തൂന സക്കാത്ത വഹും ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. മുഹ്സിനീങ്ങൾ അവർ സ്വലാത്ത് മുറപ്രകാരം നിർവഹിക്കുന്നവരും സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരും അന്ത്യനാളിൽ രൂഢമൂലമായി വിശ്വാസം അർപ്പിക്കുന്നവരുമാണ്. സ്വലാത്ത് എന്നുള്ളതിനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ലുക്മാൻ തൻ്റെ കുഞ്ഞിനോട് ഈ കർമ്മം അനുഷ്ഠിക്കേണ്ടതിൻ്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ സ്വലാത്ത് എന്ന വാക്കിന് നിസ്കാരം എന്ന ആത്മാവില്ലാത്ത വാക്കുകൊണ്ടാണ് അർത്ഥം നൽകാറ്. അതുകൊണ്ട് തന്നെ മുതിർന്ന നമുക്കും നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും ഈ കർമ്മത്തിൻ്റെ മഹത്വമോ വിശുദ്ധിയോ അത് നമ്മിൽ സൃഷ്ടിക്കുന്ന പരിവർത്തനങ്ങളോ പൊതുവെ മനസ്സിലാക്കാൻ കഴിയാറില്ല. എന്നാൽ ഒരു അറബിയായ വ്യക്തി അറബി ഭാഷയിൽ പിറന്നു വീണ് ആ ഭാഷയുടെ ഉൾക്കാൻ പറയുന്ന അതിലുപയോഗിക്കുന്ന വാക്കിൻ്റെ ഉള്ളിലുള്ള ജീവസുറ്റ അർത്ഥത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി സ്വലാത്ത് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല ആ കർമ്മത്തെ മനസ്സിലാക്കുന്നത്. നമ്മൾ നമ്മുടെ അമ്മയുടെ ഉമ്മയുടെ ഭാഷയായ മലയാളത്തിൽ സംസാരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു വാക്കിൻ്റെയും ഉള്ളിലുള്ള ആശയത്തെ, അർത്ഥത്തെ ബോധ്യപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അത് കേൾക്കാനിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അർത്ഥമോ ആശയമോ നമുക്ക് ബോധ്യപ്പെടാതെ പോകുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുകയും നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുന്നു എന്ന തോന്നലുണ്ടാകുകയും ഒരു പക്ഷേ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. ഒരു വിഷയം കേൾക്കുമ്പോൾ അത് നമ്മുടെ ശരീരമല്ല അത് കേൾക്കുന്നത്, നമ്മുടെ നാം എന്ന ആത്മാവാണ് ഉണരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥവും ആശയവും നമ്മുടെ ചിന്തയെ നന്നായി സ്വാധീനിക്കണം. അല്ലാത്ത പക്ഷം അത് വെറും ഒരു ജടിലമായ വാക്കായി, അർത്ഥമില്ലാത്ത, ആശയമില്ലാത്ത, നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പരിവർത്തനവും സൃഷ്ടിക്കാത്ത വെറും ശബ്ദങ്ങളായി മാത്രം നമുക്ക് ചുറ്റുങ്ങനെ അലയടിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇത്തരത്തിലുള്ള വാക്കുകളെല്ലാം അർത്ഥമില്ലാത്ത, ആശയമില്ലാത്ത ശബ്ദങ്ങളായി നമുക്ക് ചുറ്റുങ്ങനെ അലയടിക്കുകയാണ്. അതുകൊണ്ടാണ് ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ട, കുടുംബ ഭദ്രത നഷ്ടപ്പെട്ട, ധാർമ്മിക മൂല്യമില്ലാത്തൊരു സമൂഹമായി പലപ്പോഴും നമ്മൾ മാറുന്നത്. സ്വലാത്ത് എന്ന വാക്കിന് ഭാഷാ പണ്ഡിതന്മാർ നൽകുന്ന വ്യക്തമായ അർത്ഥവും ആശയവുമുണ്ട്. വിശുദ്ധ ഖുർആന് ആ വാക്കിനെ തന്നെ വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അസ്വലാത്തു ദിക്റുൻ, സ്വലാത്ത് ദിക്റാണ്. അഖിമി സ്വലാത്ത് ലി ദിക്രി, നിങ്ങൾ സ്വലാത്ത് നിർവഹിക്കണം. ലി ദിക്രി, എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ. അതുപോലെ തന്നെ വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലി നഫ്സിഹി,
ഒരാൾ പടച്ചോന് ശുക്ർ ചെയ്യുന്നുണ്ടെങ്കിൽ, നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് അയാളോട് തന്നെ കാണിക്കുന്ന നന്ദി പ്രകാശനമാണ്. അതുകൊണ്ട് ദിക്ർ എന്നുള്ളത്, ഒരാളെ ഓർക്കുക എന്നുള്ളത്, അയാൾ നമുക്ക് നൽകിയ നന്മയെ സ്മരിച്ച് നമ്മളോട് കാണിച്ച കാരുണ്യത്തെ ഓർത്തുകൊണ്ടായിരിക്കും. അപ്പോൾ സ്വലാത്ത് സ്രഷ്ടാവായ പ്രപഞ്ചനാഥനെ ഓർക്കാനുള്ള ഒരു കർമ്മമാണ്. ഓർക്കുക എന്നുള്ളത് ആ നാഥനോടുള്ള നന്ദി പ്രകാശനമാണ്. അതുകൊണ്ട് സ്വലാത്ത് എന്നുള്ള വാക്കിനെ ആത്മാവുണർത്തുന്ന ഒരു അർത്ഥം അതിന് പറഞ്ഞാൽ, അസ്വലാത്തു ശുക്രുൻ, സ്വലാത്ത് എന്നുള്ളത് നന്ദി പ്രകാശനമാണ് എന്ന് ഭാഷാ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കും. നാം നമ്മളോട് തന്നെ പറയേണ്ടത്, എൻ്റെ റബ്ബിന് നന്ദി പ്രകാശിപ്പിക്കാൻ സമയമായിരിക്കുന്നു, നന്ദി കാണിക്കാനുള്ള സമയമായിരിക്കുന്നു. മക്കളോട് നന്ദി കാണിക്കൂ മക്കളെ എന്ന്, പടച്ചോനോട് നന്ദി പ്രകാശിപ്പിക്കൂ എന്ന് പറയുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് ആ കുട്ടി ചോദിക്കും, എന്തിനാണ് ഞാൻ നന്ദി കാണിക്കേണ്ടത്? അള്ളാഹു ആ സമയം ആ കുഞ്ഞിനോട് തിരിച്ചു പറയും, ഹുവല്ലദീ അൻശഅക്കും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. ഹുവല്ലദീ അൻശഅക്കും, അവനെത്രയോ നിന്നെ സൃഷ്ടിച്ചവൻ, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിന്റെ കേൾവിയും കാഴ്ചയും ഹൃദയവും രൂപപ്പെടുത്തിയവൻ അവനാണ്. ഖലീലൻ മാ തശ്കുറൂൻ, എന്നാൽ നന്ദി കാണിക്കുന്നവർ വളരെ വിരളമാണ്. സ്വലാത്ത് എന്നുള്ളത് നന്ദി പ്രകാശനമാണ്. നിങ്ങളുടെ കണ്ണിനുള്ള, കേൾവിക്കുള്ള, ഹൃദയമിടിപ്പിനുള്ള, പടച്ചതമ്പുരാൻ കനിഞ്ഞേകിയ സമയത്തിനുള്ള, ആരോഗ്യത്തിനുള്ള നന്ദി പ്രകാശനമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയം അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ് എന്ന് പരിശുദ്ധ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കും അത് പടച്ചവന്റെ കാരുണ്യം കൊണ്ട് ബോധ്യപ്പെട്ടവരാണ് നമ്മൾ. സുജൂദിൽ കിടക്കുമ്പോൾ നാം നമ്മുടെ നാഥനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. നമ്മുടെ ഹൃദയതേട്ടങ്ങളെ, വിചാരങ്ങളെ, ആവശ്യങ്ങളെ എല്ലാം തന്നെ നെറ്റി മണ്ണിലമർത്തിപ്പിടിച്ച്, നമ്മുടെ കൈകൾ മുട്ടുകൾ കുത്തിവെച്ച്, മണ്ണിൽ കുത്തിവെച്ച് പ്രപഞ്ചനാഥനായ സർവശക്തനായ സ്രഷ്ടാവിനോട് മന്ത്രിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ഹൃദയവികാരത്തെ പ്രകടിപ്പിക്കുന്നവരാണ്. ഇപ്പൊ സ്വലാത്ത് എന്നുള്ളത് അത് അർത്ഥമില്ലാത്ത, ആത്മാവിനുണർത്താത്തൊരു വാക്കല്ല. അത് നമ്മുടെ ഉള്ളിനെ ഉണർത്തുന്ന, ആത്മാവിനെ ഉണർത്തുന്ന അതിബലിഷ്ഠമായൊരു പ്രയോഗമാണ്. ആ രൂപത്തിൽ തന്നെ പ്രയോഗിക്കുകയും നമ്മുടെ മക്കൾക്ക് ആ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് അതിനോടുള്ള സ്നേഹവും ആ കർമ്മത്തോടുള്ള ഹൃദയവാഞ്ചയും സ്നേഹവും ബഹുമാനവും ആദരവുമെല്ലാം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തണം. പുതിയ ലോകത്ത് ഇതെല്ലാം തന്നെ വെറും ചടങ്ങുകളായി കൊണ്ടാടപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഒരു മതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് ഞാനിതെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു പൊതുധാരണയിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. എന്നാൽ ഇത് മതത്തിൻ്റെ ആചാരമല്ല എന്നും, ഇത് കൊണ്ടാടപ്പെടുന്ന ഒരു ആഘോഷമല്ല എന്നും, അത് ജീവിതത്തിൽ ഒരു മനുഷ്യൻ നിർബന്ധമായി പുലർത്തേണ്ട, അനുഷ്ഠിക്കേണ്ട, അവന് തന്നെ നന്മയായി ഭവിക്കുമാറുള്ള ഒരു മഹത്തായ കർമ്മമാണെന്നും അനുഷ്ഠാനമാണെന്നും ബോധ്യപ്പെടുത്തേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനാൽ സ്വലാത്ത് എന്നുള്ളത് നന്ദി പ്രകാശനമാണ് എന്ന് നാം നമ്മെ തന്നെയും നമ്മളെ മക്കളെ തന്നെയും ബോധ്യപ്പെടുത്തണം. നമ്മൾ
ബാങ്ക് കൊടുക്കുന്ന ആ ഒരു ശൈലി ഉണ്ടല്ലോ, ആ ഒരു വരികളുണ്ടല്ലോ, ആ വരികൾക്ക് നമ്മൾ കുറച്ചു മുമ്പ് ഒരു ഏഹ്, ഒരു കവിത രൂപത്തിൽ അതിന് ആശയവിവർത്തനം നടത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിക്കണോന്നറിയില്ല. അതിൽ നമ്മൾ ഈ പറയുന്ന രൂപത്തിലാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. കുറേ ആളുകൾക്ക് അത് ഹിദായത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴേ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയമെല്ലാം അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം പല ആളുകളിലും അൽഹംദുലില്ലാ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിലും അത് ഉണ്ടാവണം. അപ്പം ഏതായാലും സ്വലാത്തിന് വേണ്ടി ഒരു മനുഷ്യൻ പുറപ്പെടുമ്പോൾ 5 നേരവും അവൻ്റെ ചെവിയിൽ അതിലേക്കുള്ള വിളിയാളം വന്ന് പതിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള എല്ലാ അഹങ്കാര ഭാവങ്ങളും ധിക്കാര ഭാവങ്ങളും മാറ്റിവെച്ച് അവൻ വിനയാന്വിതനായി അവൻ്റെ നാഥൻ്റെ മുമ്പിൽ നിൽക്കാൻ അവനോട് കൽപ്പിക്കുകയാണ്. ഇമാം ഷാറാബി പറയും, നിന്റെ മസ്ജിദിലേക്ക് നീ കയറുമ്പോൾ നിന്റെ ചെരുപ്പ് നീ ഊരി വെക്കുന്നില്ലേ, അതുപോലെ നിന്നിൽ നിന്ന് നിന്റെ പാപങ്ങൾ നീ ഊരി വെക്കുന്ന ഒരു കർമ്മമാണ് സ്വലാത്ത് എന്നത്. പരിശുദ്ധ റസൂല് അംഗസ്നാനം ചെയ്യുന്നതിന് മുന്നോടിയായി, സ്വലാത്ത് എന്ന മഹാകർമ്മത്തിന് മുന്നോടിയായി അംഗസ്നാനം ചെയ്യുന്നത് നിങ്ങളുടെ പാപങ്ങളെ ഉറ്റിവീഴുന്ന വെള്ളത്തുള്ളികളിലൂടെ ഒഴുകിപ്പോകുന്നു എന്ന് പരിശുദ്ധ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴും ശുദ്ധരായിരിക്കാൻ, ഹൃദയവും മനസ്സും ശരീരവും എപ്പോഴും ശുദ്ധിയിലായി കൊണ്ടു നടക്കുവാൻ ഈ കർമ്മം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അന്യ സ്ത്രീകളെ തെറ്റായ രൂപത്തിൽ സ്പർശിച്ചാൽ നിങ്ങൾ അശുദ്ധരാകുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വേഗം അംഗസ്നാനം ചെയ്യണം. ഒരു സൊസൈറ്റിയിൽ അത് സൃഷ്ടിക്കുന്ന ധർമ്മബോധം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു കടത്തുന്ന എല്ലാ നിമിഷങ്ങളിലും ശുദ്ധനായിരിക്കണമെന്ന് റസൂല് പഠിപ്പിക്കുന്നുണ്ട്. നിത്യവും ശുദ്ധിയിലായിരിക്കുന്നവൻ യൗമുൽ ഖിയാമയിൽ അവൻ്റെ മുഖം പ്രഭയാൽ ചൊരിഞ്ഞു വരുമെന്ന് റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. വുളു എടുത്ത് നിരന്തരം നമ്മളെ ബാത്റൂമിൽ പോയാൽ വെറുതെ ഇറങ്ങി വരരുത്. വേഗം നമ്മൾ അംഗസ്നാനം ചെയ്യണം. ശുദ്ധി 2 തരത്തിലാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഒന്ന് മനസ്സിന്റെ ശുദ്ധിയാണ്, മറ്റൊന്ന് ശരീരത്തിന്റെ ശുദ്ധിയാണ്. ശരീരം മാത്രം ശുദ്ധിയാക്കിയുള്ളത് കാര്യമില്ല, മനസ്സും ശുദ്ധമാകണം. മനസ്സിന്റെ അശുദ്ധി എന്തൊക്കെയാണ്? ഹൃദയത്തിന്റെ അശുദ്ധി എന്തൊക്കെയാണ്? ഷിർക്ക് അശുദ്ധിയാണ്, കോപം അശുദ്ധമാണ്, പക, വൈര്യം, അസൂയ ഇതെല്ലാം ഹൃദയത്തിന്റെ അശുദ്ധികളാണ്. അതിനെ മുഴുവനും നീക്കണം. ശരീരത്തിന്റെ അശുദ്ധി പിന്നെ പറയേണ്ടതില്ലല്ലോ, നമുക്ക് എല്ലാം തിരിയുന്നതാണ്. അപ്പൊ സ്വലാത്തിലേക്ക്, പ്രപഞ്ചനാഥന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ, സപ്താംഗം നമിക്കാൻ വിളിയാളം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആ മഹാകർമ്മത്തിലേക്ക്, നന്ദി പ്രകാശനത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവൻ്റെ ശരീരം ശുദ്ധിയാകുന്നതോടൊപ്പം അവൻ്റെ ഹൃദയവും ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അവനിലുള്ള എല്ലാ അഹങ്കാര ഭാവങ്ങളെയും അള്ളാഹു അക്ബർ എന്നൊരു വാക്കുകൊണ്ട് അള്ളാഹു തുടച്ചു നീക്കുന്നുണ്ട്. ദരിദ്രനോടുള്ള, പാവപ്പെട്ടവനോടുള്ള നമ്മുടെ അഹങ്കാര ഭാവത്തെ അള്ളാഹു അവനെ കൊണ്ടുവന്ന് നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുമ്പോൾ, അല്ലെങ്കിൽ നാം ഒരു ധനാഢ്യനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവനിലുള്ള ആ അഹങ്കാര ഭാവത്തെ പടച്ച തമ്പുരാൻ അവനെ കൊണ്ട് തന്നെ അള്ളാഹു അക്ബർ എന്ന് പറയിപ്പിച്ചിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. ഈ രൂപത്തിലുള്ള എല്ലാ തിന്മകളെയും, മനസ്സിനെ ബാധിക്കുന്ന, ചിന്തയെ ബാധിക്കുന്ന എല്ലാ അശുദ്ധികളെയും പടച്ച തമ്പുരാന്റെ മുമ്പിൽ, പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എല്ലാം ഒലിച്ചു പോകുന്നുണ്ട്. അവിടുന്ന് പുറത്തിറങ്ങി വീണ്ടും തെറ്റായ മാനസികാവസ്ഥയിലേക്കും കർമ്മങ്ങളിലേക്കും വീണ്ടും നമ്മളെ കൊണ്ടുപോകുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ അനുഷ്ഠിക്കുന്ന കർമ്മത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഞാൻ എന്തിനത് നിർവഹിച്ചു? ഇന്ന സ്വലാത്ത തൻഹ
അനിൽ ഫഹ്ഷ ഇവൽ മുങ്കർ. സ്വലാത്ത് എല്ലാ മോശത്തരങ്ങളിൽ നിന്നും എല്ലാ വൃത്തികേടുകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകും, മുക്തി നൽകും. എന്നാൽ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും നമ്മളെ പഴയ പല്ലവി നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ആവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് വെച്ചാൽ, വീണ്ടും പാപങ്ങൾക്ക് മുകളിൽ പാപങ്ങൾ, ദുഷിച്ച മനസ്സിന് മുകളിൽ വീണ്ടും ദുശ്ചൈതികളുടെ മാറാലകൾ വീണ്ടും കുമിഞ്ഞുകൂടുന്നത് ഈ വാക്കിൻ്റെ അർത്ഥമോ ആശയമോ അത് ചെയ്യുന്ന ആ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഇപ്പം മസ്ജിദിൻ്റെ ഉള്ളിൽ ഒരു സമൂഹത്തിൻ്റെ വളരെ ഉന്നതമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി നടക്കുന്നുണ്ട്. അവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തോന്നുന്നു, ഈ സ്വലാത്ത് എന്നുള്ള ഒന്നിനെ ഒരു വ്യക്തി അവൻ്റെ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട് അവൻ നിർവഹിക്കുമ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്വലത്ത് ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കും. അതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഇമാം ഷഅറാബി പറയും, പടച്ച തമ്പുരാന്റെ മുമ്പിലുള്ള മനുഷ്യന്റെ നൃത്തം സ്വലാത്തും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്വലാത്തുമാണ് എന്ന് അദ്ദേഹം പറയും. അപ്പോൾ ഒരേ സമയം വ്യക്തിയുടെ പരിവർത്തനം, പുറത്തിറങ്ങിയാൽ സമൂഹത്തിൻ്റെ ഉന്നമനം, അവരോടുള്ള കാരുണ്യം, ദയാവായ്പ, മറ്റുള്ളവനെയും കൈപിടിച്ചുയർത്താനുള്ള ത്വര, ഹൃദയവാഞ്ച, ഇതെല്ലാം ഈ കർമ്മം അവന് സമ്മാനിക്കും. അതുകൊണ്ടാണ് സ്വലാത്തിനോടൊപ്പം എപ്പോഴും സക്കാത്തിന് അള്ളാഹു ചേർത്ത് പറയുന്നത്. നമ്മളിൽ മഹാഭൂരിപക്ഷവും സ്വലാത്ത് നിർവഹിക്കും, എന്നാൽ സിലത്ത് ഒഴിവാക്കുകയും ചെയ്യും, സക്കാത്തിനെ ഒഴിവാക്കുകയും ചെയ്യും. എങ്ങനെയാണ് പിശാച് നിങ്ങളെ സമീപിക്കുന്നത് എന്ന് ഇമാം ഷഹറാവി ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകുന്നുണ്ട്. നന്നായിട്ട് സ്വലാത്ത് നിർവഹിക്കുന്ന ഒരാൾ, നന്നായിട്ട് എന്നുള്ളത് ആ വാക്കുകൊണ്ട് ഇപ്പം ഞാൻ അർത്ഥാക്കുന്നത് 5 നേരവും പോയിട്ട് ഇങ്ങനെ കൊമ്പിട്ട് നീക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ഒരാളോട് പറയും, നീ നല്ല സ്വലാത്തല്ല നിർവഹിക്കുന്ന ആളാണ്, അത് മതി, സക്കാത്ത് കൊടുക്കണ്ടെന്ന് പറയും. സ്വലാത്തും സക്കാത്തും നിർവഹിക്കുന്നവനോട് പറയും, നീ സ്വലാത്തും ഉണ്ട് സക്കാത്തും ഉണ്ട്, നല്ല സമ്പത്തുണ്ടല്ലോ, നീ അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളതിലും കുറച്ച്, നിന്റെ ഇച്ഛാപൂർണതയ്ക്ക് വേണ്ടിയിട്ടുള്ളതിലും കുറച്ചും ചെയ്തോന്ന്. അങ്ങനെ മുഴുവൻ നമ്മളെ ജീവിതം കൊളാക്കി കളയും പിശാച്ച്. പിശാച്ചിനെ മാത്രം കുറ്റം പറയേണ്ട, നിങ്ങളുടെ അമ്മാറത്തും ബിൻ നഫ്സ് ഉണ്ടല്ലോ, നമ്മളെ നഫ്സിനെ ഉണരുമ്പോഴാണ് പിശാച്ച് ഇടപെടുക എന്നുള്ളതാണ് ഇമാം ഇബ്നു ജൗസിയെല്ലാം വിശദീകരിക്കുന്നത്. നമ്മളെ നഫ്സന്നെ ആദിക്ക് ഉണരും. നഫ്സിന്റെ ചില ഇച്ഛണ്ട്, ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ. നമ്മുടെ നഫ്സിന് തന്നെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയതുകൊണ്ട് കുറേ അത്തരത്തിലുള്ള സ്വഭാവം, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ സ്വഭാവങ്ങൾ ശരീരത്തിനുണ്ട്. നാം എന്ന് പറയുന്നത് മണ്ണുമായി ഭൂമിയുമായി ബന്ധമില്ലാത്ത ഒന്നായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അത് വസിക്കുമ്പോൾ അതിന് പ്രാമുഖ്യം നൽകി, അതിന് പ്രാധാന്യം നൽകി, അതിന് വേണ്ടുന്ന ഭക്ഷണം കൊടുത്ത് ശരീരത്തിൻ്റെ മുകളിൽ അതിന് ആധിപത്യം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അമ്മാറത്തും ബിനഫ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നാം എന്ന് പറയുന്ന ആത്മാവിന് പ്രാധാന്യം നൽകാതെ, അതിനുള്ള ഭക്ഷണം വേണ്ട രൂപത്തിൽ നൽകാതെ, നാം നമുക്ക് വേണ്ടി ഈ ശരീരത്തിന് വേണ്ടിയുള്ളത് മാത്രം നൽകുകയാണെങ്കിൽ നാം എന്ന് പറയുന്ന ഒന്ന് ഈ ശരീരത്തെ കിടന്നിട്ട് ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും. അസ്വസ്ഥത, അശാന്തി എന്നെല്ലാം നമ്മൾ പറയും. എന്തൊരു ദുഷിച്ച കർമ്മം ചെയ്യുമ്പോഴും നമ്മളതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ പിടക്കും. അപ്പോൾ സ്വലാത്തും സക്കാത്തും അതിൻ്റെ ശരിയായ അർത്ഥവും മാനവും മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നാം എന്ന് പറയുന്ന ഒന്ന് ഇതിനെ നിയന്ത്രിക്കുകയും ഈ ശരീരത്തെ നിയന്ത്രിക്കുകയും ഇത് ബലിഷ്ഠമായി നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ മുകളിൽ എല്ലാ തരത്തിലുള്ള ആധിപത്യവും നേടി നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ സാമൂഹിക പ്രതിബദ്ധത,
സക്കാത്തിൽ മാത്രമല്ല സ്വലാത്തിലും നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലേ കൂടിയുള്ള പ്രാർത്ഥനക്ക് ജമാഅത്തായിട്ട് നിർവഹിക്കുന്ന സ്വലാത്തിന് 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് റസൂല് പഠിപ്പിക്കുന്നത്. അതൊന്നും വെറുതെ അങ്ങ് പറയുന്നതല്ല. അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ചേർന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവനെ കുറിച്ചറിയാൻ, അവൻ്റെ വേദനയെ മനസ്സിലാക്കാൻ, അവൻ്റെ പ്രാരാബ്ധങ്ങൾ അറിഞ്ഞ് നമുക്ക് സാധ്യമാകുന്നത് പുറത്തു വന്ന് അവന് ചെയ്യാൻ, അവനനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാൻ, ഒരു ദിവസം കാണാതെ പോയി, രണ്ടാം ദിവസം കാണാതെയായി പോയി, മൂന്നാം ദിവസം കാണാതെയായി പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, അദ്ദേഹം എവിടെയാണ്, 2 ദിവസമായിട്ട് കണ്ടിട്ടില്ലല്ലോ. കണ്ടോ, ഒരു സാമൂഹിക പ്രതിബദ്ധത അതിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. ആ കർമ്മത്തിൽ വ്യക്തിയോടുള്ള കാരുണ്യം, സമൂഹത്തോടുള്ള കാരുണ്യം ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ അവന്റെ വേദന അറിയുമ്പോൾ, ദുഃഖം അറിയുമ്പോൾ അവന് വേണ്ടുന്നത് സ്വതക്കയായി, സക്കാത്തായി അവനിലേക്ക് എത്തിക്കാൻ ഒരു സമൂഹത്തിന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടിനെയും ഒരുപോലെ ചേർത്ത് വെക്കുന്നുണ്ട്. ഇനി ഇത് ആർക്കിടയിലാണ് സക്കാത്ത് നിർവഹിക്കേണ്ടത് എന്നെല്ലാം നമ്മുടെ ഭൂമികയിൽ നന്നായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മനുഷ്യ കുടുംബത്തിന് മുഴുവനും നൽകണം. നിങ്ങളോട് പകയില്ലാത്ത, വൈര്യമില്ലാത്ത, നിങ്ങളെ അന്യായമായി നിങ്ങളോട് അക്രമം പുലർത്താത്ത ഏതൊരു വ്യക്തിക്കും കൊടുക്കണം. അതുകൊണ്ടാണ് ഇന്നമ സ്വദഖാത്തുലിൽ ഫുഖറായി എന്ന് പറഞ്ഞിട്ട് 8 ആളുകളെ ചൊല്ലിപ്പറയുന്നുണ്ടല്ലോ. അതില് മുഅല്ലഫത്തുൻ ഖുലൂബുഹും, ആ വിഭാഗത്തെ നമ്മൾ നന്നായിട്ട് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. പാവപ്പെട്ട, ദരിദ്രരായ, നമ്മളോട് കാരുണ്യവും സ്നേഹവും പുലർത്തുന്ന നല്ലവരായ കുറേ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് നമുക്കല്ലാഹു നൽകിയ ഒന്നിൽ നിന്ന് ആ പങ്ക് നൽകിയിട്ട് അവരെ ചേർത്ത് പിടിക്കേണ്ടവരാണ് നമ്മൾ. മനുഷ്യ കുടുംബത്തോട് കാരുണ്യം കാണിക്കേണ്ടവരാണ്. പരിശുദ്ധ റസൂൽ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നീട് പുതിയ ലോകത്ത് ഫിഖ്ഹിന്റെ നിർമ്മിതികൾ നടക്കുകയും ഭൂരിപക്ഷ ശരീഅത്ത് നിലനിൽക്കുന്ന ഭൂരിപക്ഷ ഇടങ്ങളിൽ ജീവിക്കുന്ന അള്ളാഹുവിന് കീഴ്പ്പെടാത്ത ചില ആളുകളുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട് ഫിഖ്ഹിൽ, കർമ്മശാസ്ത്രത്തിൽ. അതൊന്നും നമ്മെ പോലെയുള്ള ഭൂമികയിൽ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതെല്ലാം അത്തരം ഇടങ്ങളിൽ മാത്രം നിൽക്കുന്ന ചില പ്രശ്നങ്ങളെ, വ്യക്തികളുടെ ചില ഇടപെടലുകളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് അത്തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെന്റിൽ നടത്തിയിട്ടുള്ളത്. നമ്മെ പോലുള്ള പാവപ്പെട്ട ഒരു കുടക്കീഴിൽ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന, ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ചുറ്റുമുള്ള മുഴുവൻ മനുഷ്യരോടും കരുണ കാണിക്കണം. ആ കരുണ കാണിക്കാൻ സ്വലാത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അവർക്കെല്ലാം തന്നെ അവരുടെ വിഹിതം പങ്കുവെക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മളോട് അതിവൈര്യം പുലർത്തുന്ന, ഒരു വിശ്വാസത്തോട്, നീതിധാരയോട്, സത്യത്തോട് അന്യായം കാണിക്കുന്ന, അക്രമം കാണിക്കുന്ന, വൈര്യം പുലർത്തുന്നവരോട് തീർച്ചയായിട്ടും അവനെ പോറ്റുക, അവൻ്റെ കൈപിടിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിനെ വർജിക്കാൻ മനുഷ്യ മനസ്സ് പറയും. അല്ലാത്തവരോട് ഏറ്റവും നല്ല കാരുണ്യപൂർവ്വം വർത്തിക്കണം. എന്നാൽ അവനോട് വ്യക്തി എന്നുള്ള നിലക്ക് അത്തരം ആളുകളോട് നമ്മൾ ഏറ്റവും നല്ല സമീപനം സ്വീകരിക്കും വേണം. വ്യക്തി എന്നുള്ള നിലക്ക് അവൻ്റെ തെറ്റായ ചെയ്തികളോട്
നമുക്ക് അമർഷം ഉണ്ടാകുമ്പോഴും ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് അതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ദൗത്യവുമാണ്. നമ്മൾ ഇതിനെല്ലാം നന്നായിട്ട് ബാലൻസ് ചെയ്ത് നമ്മളെ സൊസൈറ്റിയെ ആ രൂപത്തിൽ ബോധ്യപ്പെടുത്തി ഏറ്റവും നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഐക്യബോധത്തെ സ്വലാത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇല്ലാതെ പോയ ഒന്നാണ് ഈ സമൂഹത്തിന്. പടച്ചോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് സമൂഹം നടന്നു പോകും. വല്ലാത്തൊരു അപകടം പിടിച്ചൊരു അവസ്ഥാവിശേഷമാണ് ഈ സമൂഹത്തിനുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, സ്വലാത്ത് നമ്മിൽ സൃഷ്ടിക്കുന്ന ഐക്യബോധമുണ്ട്. ഒരുമിച്ച് നിൽക്കാനുള്ള, ചേർന്ന് നിൽക്കാനുള്ള, നന്മയ്ക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു മഹാസന്ദേശം അത് നൽകുന്നുണ്ട്. എന്നാൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനൊരു വിശ്വാസിയാണ് എന്നും എൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റവും നിസാരനാണെന്നും എൻ്റെ നാഥൻ്റെ നിയമങ്ങൾ പാലിച്ചും അവൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പുലർത്തിയും ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഇതാ ഇതുപോലെ നിൽക്കേണ്ടതുണ്ട് എന്ന് നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സ് നമ്മളോടത് പറയുമ്പോഴും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു സൃഷ്ടാവില്ലാത്ത മട്ടിലാണ് നമ്മളുടെ ചിന്തയും ഭാവവുമല്ലോ. അള്ളാഹു ഒരു എടുപ്പിനുള്ളിൽ, ഒരു 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 നിർമ്മിതിക്കുള്ളിൽ, ഒരു വീടിനുള്ളിൽ, ഒരു ഭവനത്തിനുള്ളിൽ പടച്ച തമ്പുരാന് നമ്മുടെ മനസ്സിനെ കോർത്തിണക്കുമ്പോൾ പുറത്തിറങ്ങി ആ ചിന്തയെ രൂഢമൂലമാക്കുന്നതിന് പകരം, അതിനെ ഏറ്റവും നന്നായി പരിപാലിക്കുന്നതിന് പകരം വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് ചലിക്കുന്ന, വൈര്യവും അതുപോലെ തന്നെ പോരും വിരോധവും എല്ലാം പുലർത്തുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും അവിടെ നിന്നിട്ട് ഇറങ്ങി വീണ്ടും നമ്മൾ ചലിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഈ വാക്കിന്റെ അർത്ഥമൊന്നും ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന്. ആ കർമ്മത്തിന്റെ മഹത്വം തിരിഞ്ഞിട്ടില്ല ഈ ഉമ്മത്തിന്. അതുകൊണ്ടാണ് ഈ കാണുന്ന അവസ്ഥയിലേക്കെല്ലാം ഈ സമൂഹം മാറിയത്. എല്ലാവരും അവരുടേതായിരിക്കുന്ന ലോകത്തും ഒരു സമൂഹത്തെക്കുറിച്ചോ ഒരു സൊസൈറ്റിയെക്കുറിച്ചോ ഭാവി തലമുറകളുടെ അസ്തിത്വത്തെക്കുറിച്ചൊന്നും ചിന്തല്ലാത്ത ഒരു സമൂഹമായി മാറിയത് ഈ കർമ്മങ്ങളുടെ ഒന്നും തന്നെ ശരിയായ ആശയതലങ്ങളെ, അത് സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയെ ഒന്നും തന്നെ ബോധ്യപ്പെടാതെ പോയതുകൊണ്ടാണ്. അതിനാൽ നമ്മൾ നന്നായി ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തി ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഈ പറഞ്ഞത് മുഴുവനും നമ്മുടെ ജീവിതത്തെ ഈ പറഞ്ഞ രൂപത്തിൽ പരിവർത്തിപ്പിക്കാൻ അള്ളാഹു പിന്നീട് പറഞ്ഞു വെക്കുന്നത് വഹും ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. എന്തിനാണ് ആ ഹും എന്നുള്ള രണ്ട് തവണ ആവർത്തിച്ചത് ഇവിടെ? വഹും ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, അവർ ആഖിറത്തിൽ, ഹും യൂഖിനൂൻ അവർ ദൃഢബോധ്യം പുലർത്തുന്നവരാണ്. ഇമാം ഷാറാവി പറയുന്നുണ്ട്, ഈ ലമീറിനെ ആവർത്തിച്ചത് അത് നിങ്ങൾ എത്ര നിഷേധിച്ചാലും സത്യമായി പുലരുന്ന ഒന്നാണ് കേട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആഖിറം എന്നുള്ളത് അത് നമ്മൾ വായ കൊണ്ട് മാത്രം പറയുന്ന ഒരു സംഭവമാണ്, ഒരു സംഗതിയാണ്. എന്നാൽ അത് നമ്മുടെ മനസ്സിനെ ഒരു തരത്തിലും അത് ശക്തിപ്പെടുത്തുകയോ നമ്മുടെ ചിന്തയിൽ അതൊരു സത്യമായി പുലരുന്ന ദിവസമാണ് എന്നുള്ള ബോധ്യമോ ഇല്ലാത്തവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ ദുശ്ചെയ്തികളും സ്വലാത്തിനോടാണെങ്കിലും സലാത്തിനോടാണെങ്കിലും എല്ലാം ഉള്ള നമ്മുടെ തെറ്റായ ചിന്തകളും സമീപനങ്ങളും എല്ലാം തന്നെ ഉണ്ടായിത്തീരുന്നത് ഇത്തരത്തിലുള്ള നമുക്ക് ആ ലോകത്തെ ബോധ്യപ്പെടാതെ പോയത് കൊണ്ടാണ്. അപ്പൊ സ്വലാത്തും സക്കാത്തും മുറപ്രകാരം അത് നാം ഈ പറഞ്ഞ അർത്ഥവും ആശയവും മനസ്സിലാക്കി നിർവഹിക്കാൻ കഴിയണമെങ്കിൽ യൗമുൽ ഖിയാമ എന്ന് പറയുന്ന, അന്ത്യനാളെന്ന് പറയുന്ന, മരണാനന്തര ജീവിതം എന്ന് പറയുന്ന സത്യത്തെക്കുറിച്ച് നല്ല ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് വഹും ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, അവർ അന്ത്യനാളിൽ ദൃഢബോധ്യം പുലർത്തുന്നവരാണ് എന്ന് പറയുന്നു. നമ്മുടെ ഇൽമിനെ ഇതിന്
മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, പിന്നെ ഒരു മനുഷ്യൻ നമ്മൾ ഏറ്റവും നന്നായി വിശ്വസിക്കുന്ന ഒരു വ്യക്തി നമ്മിലേക്ക് പകരുന്ന ഒരു അറിവ്, അതിന് ഇൽമുൽ യഖീൻ എന്ന് പറയും. നമ്മൾ കണ്ണടച്ചയാളെ വിശ്വസിക്കുന്ന ഒരു ക്വാളിറ്റിയുള്ള സത്യസന്ധനായ ഒരു മനുഷ്യൻ, അയാൾ നമ്മിലേക്ക് പകരുന്ന ഒരു അറിവ്, അതിന് ഇൽമുൽ യഖീൻ. ആ പറഞ്ഞ കാര്യങ്ങളെ കാണുന്നതിനാണ് ഐനുൽ യഖീൻ എന്ന് പറയുന്നത്. അത് പിന്നെ അനുഭവിക്കുന്നതിനാണ് ഹക്കുൽ യഖീൻ എന്ന് പറയുന്നത്. ഈ മൂന്ന് തലങ്ങളെയും വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ പറഞ്ഞു പോയ സൂറത്ത് കഹ്ഫിൽ ഇതിനെ നമ്മൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യഖീനായ അതിൽ യൂക്കിനു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കണ്ട രൂപത്തിൽ തന്നെ, കാണുന്ന രൂപത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയണം. അലം തറ എന്ന് അള്ളാഹു ആ വാക്കുപയോഗിച്ച് മുഹമ്മദ് റസൂലുള്ളാഹിനോട് സംസാരിക്കുമ്പോൾ രണ്ട് തരത്തിൽ അതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇമാം ഷാറാവി വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ആ ഭൂതകാലത്തിന്റെ മറയെ അള്ളാഹു നീക്കിക്കൊടുത്ത് തന്റെ ദൃഷ്ടിയെ അതിലേക്ക് കൊണ്ടുപോകുന്നു. നമുക്കിന്നത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമൊന്നുമില്ല. കഴിഞ്ഞ സംഭവങ്ങളെ പ്രവാചകന്റെ മുമ്പിൽ വീണ്ടും ആ ലോകത്തേക്ക് കൊണ്ടുപോയി അവിടെ നടന്ന സംഭവങ്ങളെ കാണിച്ചു കൊടുക്കുന്ന, റിയലായിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥാ വിഷയം. മറ്റു എൻ്റെ കണ്ണിനേക്കാളും ഏറ്റവും എനിക്ക് ഉൾക്കൊള്ളാൻ എൻ്റെ സൃഷ്ടാവ് എന്നോട് പറയുന്നതാണ് ഏറ്റവും ഉൾക്കൊള്ളാൻ കഴിയുന്ന അറിവും ജ്ഞാനവും എന്നുള്ള ബോധം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു വാക്ക് നമുക്ക് പകരുന്ന സന്ദേശം എന്ന് ഇമാം ഷാറാവി പറയുന്നുണ്ട്. അലം തറ, നീ കാണുന്നില്ലേ? കൺമുമ്പിൽ അത് തുറന്നു കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും പടച്ച തമ്പുരാന് അത് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതിനേക്കാളും വിശ്വസ്തമായി അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അപ്പൊ ഇവിടെ വഹും ആഖിറത്തി ഹും യൂക്കിനൂൻ, അവര് അതിൽ പൂർണ്ണ ദൃഢബോധ്യമുള്ളവരാണ് എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. എന്നാൽ നമ്മൾ നിരന്തരം അത് നിഷേധിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ വാക്കുകൾ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ജീവിത ശൈലികൾ, നമ്മുടെ ചുറ്റുപാടുകൾ, അതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ലോകത്തെ നമ്മൾ നിരന്തരം നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഓരോ ഇടപെടലിലേക്ക് നോക്കിയാൽ മതി. അന്ത്യനാളുണ്ടെന്ന് പറയുന്നത് കളവാണ്, അത് വായ കൊണ്ടുള്ള വെറും വാക്ക് മാത്രമാണ് എന്ന് നമ്മുടെ കർമ്മങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തും. അതിനാൽ അന്ത്യനാളിനെ കുറിച്ചുള്ള നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആന് പലയിടങ്ങളിലായിട്ട് അന്ത്യനാളിനെ നിഷേധിക്കുന്ന മനുഷ്യന്റെ കാഴ്ചപ്പാടിനെ, അവന്റെ മാനസിക അവസ്ഥയെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. വജഹദു, അവര് വഅഖ്സമൂ ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, അവര് ആണയിട്ട് പറയുന്നു ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്, മരിച്ചവർ അള്ളാഹു ജീവിപ്പിക്കൂലാന്ന്. ആ മനുഷ്യന് എല്ലാ കാലത്തും അത് പറയുന്നുണ്ട് എന്നാ. അതിൽ ഒരു പല സമയങ്ങളിൽ നമ്മളും പെട്ടുപോകുന്നുണ്ട്. വഅഖ്സമൂ ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, അള്ളാഹിനെ തന്നെ പിടിച്ചിട്ടാണ് സത്യം ചെയ്യുന്നത്. പടച്ചോനുണ്ടോ ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയും, യൗമുൽ ഖിയാമ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നവരാണ് മനുഷ്യരിൽ ഭൂരിപക്ഷവും. നിങ്ങളൊന്ന് പുറത്തിറങ്ങി ചോദിച്ചു നോക്കി, ദൈവം ഉണ്ടോ ചോദിച്ചു നോക്കി, ദൈവം ഉണ്ട് എന്ന് പറയും. മരണാനന്തര ജീവിതം ഉണ്ടോ ചോദിച്ചു നോക്കി, ഉടനെ തന്നെ ഇല്ല എന്ന് പറയും. അതെങ്ങനെ? നമ്മൾ മരിച്ച് മണ്ണായി പോയതിനു ശേഷം പിന്നെ ആരാ നമ്മളെ സൃഷ്ടിക്കാനുള്ളതെന്ന് ചോദിക്കും. ഐദാ മിത്നാ വകുന്നാ തുറാബൻ അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, മരിച്ച് മണ്ണായി എല്ല് നുരുമ്പി പോയതിനു ശേഷം ആരാണ് നമുക്ക് പുതുജീവൻ നൽകാനുള്ളതെന്ന് ചോദിക്കും. ഐഹാത്ത ഐഹാത്ത ലിമാ തുഅദൂൻ, നിങ്ങൾ ഈ വാഗ്ദാനം ചെയ്യുന്നതൊന്നും തന്നെ സംഭവിക്കാത്ത ഒന്നാണ്. ഇൻഹിയ ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയാ നമൂതു വനഹ്യ വമാ യുഹ്ലികുനാ ഇല്ല ദഹർ.
നാം ഇവിടെ ജീവിക്കുന്നു, ഇവിടെ മരിക്കുന്നു, എല്ലാം കാലത്തിന്റെ കളികളാണ് എന്ന് പറയും. പുതിയ ലോകത്ത് അതാണല്ലോ. നിങ്ങൾ നോക്കി, നമ്മളെ ആ ഹൃദയ വികാരത്തെ പടച്ച തമ്പുരാന് നമുക്കെന്നെ പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇതെല്ലാം കുറെ കളികളാണ്. ഇവിടെ ജീവിക്കുന്നു, ഇവിടെ മരിക്കുന്നു, ഇതോടുകൂടി എല്ലാം തീർന്നു, അവസാനിച്ചു. പടച്ച തമ്പുരാൻ പറയുന്നുണ്ട്, പ്രപഞ്ച സൃഷ്ടാവ് നമ്മെ ഉണർത്തുന്നുണ്ട്. ഖുൽ കൂനൂ ഹിജാറത്തൻ ഔ ഹദീദ ഔ ഖൽഖൻ യക്ബുറു മിമ്മാ ഫീ സുദൂരിക്കും. നിങ്ങൾ കല്ലോ കമ്പിയോ മരമോ നിങ്ങളെ ഹൃദയത്തിൽ തോന്നുന്ന എന്ത് വലിയ വസ്തുക്കളോ നിങ്ങൾ ആയിക്കോളിയും, നിങ്ങളെ എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. മയ്യുഈദുന, ആരാണ് നമ്മളെ അങ്ങനെ എഴുന്നേൽപ്പിക്കുക, തിരിച്ചു കൊണ്ടുവരിക? കുലില്ലദീ ഫത്തറക്കും അവ്വല മറ, ആദ്യഘട്ടം ആരാണോ നിങ്ങൾക്ക് ജീവന്റെ തുടിപ്പ് നൽകിയത്, അവൻ തന്നെ നിങ്ങളെ എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ഫസയുനഇദൂന ഇലൈക റൂസഹും, അവരുടെ തല ഇങ്ങനെ നിന്നിലേക്ക് നീട്ടി പുച്ഛഭാവേന വീണ്ടും അവർ ചോദിക്കും. വസയുനഇദൂന ഇലൈക റൂസഹും ഫയഖൂലൂന മതാഹു, അതെപ്പോഴാണ് സംഭവിക്കുക എന്ന്. ഖുൽ അസാ അൻ യകൂന ഖരീബ, സെക്കൻഡ് കൊണ്ട് സംഭവിക്കും മനുഷ്യരെ, അത് സെക്കൻഡ് കൊണ്ട് സംഭവിക്കും. കാലം, സമയം ആപേക്ഷികമാണ് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. യൗമ യദ്ഉകും ഫതസ്തജീബൂന ബിഹംദിഹി വതളുന്നൂന ഇല്ല ബിസ്തും ഇല്ലാ ഖലീല. യൗമ യദ്ഉകും, ആ സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്ന ആ ദിവസം, അന്ന് നിങ്ങളെ പടച്ച തമ്പുരാന് നിങ്ങളുടെ ചാരങ്ങളിൽ നിന്ന് നിങ്ങളെ വിളിച്ചാൽ, ഫതസ്തജീബൂന ബിഹംദിഹി, നിങ്ങൾ പടച്ചോനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ അതിന് ഉത്തരം നൽകും. വതളുന്നൂന ഇല്ല ബിസ്തും ഇല്ലാ ഖലീല, അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സെക്കൻഡിന്റെ അംശം പോലും ഭൂമിയിൽ ജീവിച്ചിട്ടില്ല എന്ന്. കാലത്തെ എണ്ണി, കാലഗണനയെ എണ്ണിക്കൊണ്ട് അന്ത്യനാളിനെ നിഷേധിക്കുന്ന മനുഷ്യനോട് പ്രപഞ്ചനാഥൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ഈ എണ്ണുന്ന സമയമുണ്ടല്ലോ, നിങ്ങൾ ഈ കണക്ക് കൂട്ടുന്ന കാലഗണനയുണ്ടല്ലോ, അത് പ്രപഞ്ചനാഥന്റെ സമീപത്ത് അവന്റെ അരികിൽ ഒരു സെക്കൻഡിന്റെ അംശം പോലുമില്ല എന്ന്. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു എന്നുള്ള തോന്നലിൽ നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ സമയത്തെ ക്രിയാത്മകമായ ജീവിതം നയിക്കാൻ അതിന് അള്ളാഹു പാകപ്പെടുത്തി തരിക മാത്രമാണ് ചെയ്തത്. 24 മണിക്കൂർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സെക്കൻഡിനെ നിങ്ങൾ കോടിക്കണക്കിന് അംശിച്ചിട്ട് അതിൻ്റെ ഒരു അംശം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മളെ ഭാഷാ പരിമിതി കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ആ രൂപത്തിലാണ് എന്നല്ല പറയുന്നത്. നമ്മൾ പച്ച മനുഷ്യർ എന്നുള്ള നിലക്ക് അങ്ങനെയെങ്കിലും പറയണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അതിന്റെ ആദ്യ തുടിപ്പ് നമുക്ക് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തന്നെ തുടങ്ങുക സമയം. അപ്പൊ നമ്മളെ അള്ളാഹു എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. മരണം എന്ന് പറയുന്നത് നമ്മുടെ വിത്തിലേക്കുള്ള മടക്കമാണ്. ആ ആദ്യ വിത്തിലേക്കുള്ള മടക്കമാണ് മരണം എന്ന് പറയുന്നത്. മൈ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, സൃഷ്ടിപ്പ് തുടങ്ങുക, ആ തുടങ്ങിയ ഒന്നിലേക്ക് തന്നെ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോവുക. ആ ആദ്യ സെല്ലുണ്ടല്ലോ, ആ വിത്ത്, ആ വിത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. അങ്ങനെ ആ വിത്തിനെ ഭദ്രമായിട്ട് വെക്കുക. എന്നിട്ട് അള്ളാഹു നിർണയിച്ച സമയത്ത് ആ വിത്തിൽ നിന്ന് അതിനെ പുറത്തു കൊണ്ടുവരിക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന് നിങ്ങളെ വിത്തിൽ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കുമെന്ന് ചിലയിടങ്ങളിൽ പറഞ്ഞു പോകുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ആഖിറത്തെക്കുറിച്ച് നല്ല തിരിച്ചറിവ് നേടുക, നമ്മളെ മക്കൾക്ക് അതിനെക്കുറിച്ചുള്ള നല്ല അറിവ് പകർന്നു നൽകുക, നിരന്തരം അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുക. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം ആ ചിന്തയിൽ നിന്ന് വേറിട്ടൊരു ജീവിതമല്ല കേട്ടോ. നമ്മളിന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റില്ലേ, നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. അത് ഇടബോധമുണ്ടെങ്കിലേ നമുക്ക് പെട്ടെന്ന് വരുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് മലയാളത്തിൽ ഒന്ന് പറഞ്ഞാൽ മതി, പടച്ചോനെ നിനക്കാണ് റബ്ബേ എല്ലാ സ്തുതികളും, എൻ്റെ മടക്കം നിന്നിലേക്കാണ് റബ്ബേ എന്ന് പറഞ്ഞാൽ മതി. ആ അറബി മാത്രം പറയണ്ട. ഒരേ സമയം ഞാൻ ഈ പറഞ്ഞതുപോലെ ആത്മാവിനുണർത്താനുള്ള വാക്കുകൊണ്ടുകൂടി നമ്മൾ
അതിന് അർത്ഥം പറഞ്ഞ് നമ്മെ തന്നെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പ്രഭാതം തുടങ്ങിയാൽ മതി. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. പടച്ചോനെ, അവനിലേക്ക് തന്നെയാണ് എൻ്റെ മടക്കം. ഇപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവല്ലേ, കാറ് സ്റ്റാർട്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ നമ്മള് സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. എൻ്റെ നാഥനിലേക്കാണ് എൻ്റെ മടക്കം. പ്രഭാതത്തിൽ, പ്രദോഷത്തിൽ, മധ്യാഹ്നത്തിൽ, സായാഹ്നത്തിൽ എല്ലാം തന്നെ എൻ്റെ മടക്കത്തെക്കുറിച്ചുള്ള നിരന്തരമുള്ള ചിന്തയും പ്രാർത്ഥനയും ആ ലോകത്തേക്കുള്ള മടക്കത്തെക്കുറിച്ചുള്ള വികാര വിചാരങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ പരിശുദ്ധ റസൂല് പ്രാർത്ഥനയിലൂടെ മൂടുന്നുണ്ട്. അപ്പൊ നല്ല ദൃഢബോധ്യമുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുക. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ചെറിയൊരു നിമിഷാണ്. അള്ളാഹു നമ്മുടെ സമയത്തെ ഏറ്റവും നന്നായി പ്രയോഗിക്കാനും ഈ രൂപത്തിലെല്ലാം ചിന്തിക്കാനും പഠിക്കാനും അള്ളാഹുവിലേക്ക് അങ്ങനെ ഹൃദയം നിറഞ്ഞ് അടുക്കാനും എല്ലാം അള്ളാഹു അവസരം നൽകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശമനം നൽകട്ടെ. ജീവിതത്തിൽ എല്ലാ ഹൈറും റഹ്മത്തും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ.